എന്നും ഞങ്ങൾ തൻ സംരക്ഷകരല്ലോ. അത്യുന്നതങ്ങളിൽ അത്യാദരങ്ങളിൽ വിളങ്ങും തിരുകുടുംബമേ, അവിടുത്തെ മാധ്യസ്ഥം യാചിച്ചു നിൽക്കുന്നു. അനുഗ്രഹിക്കണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. വാർഡുകൾ സജീവമായി പങ്കാളിത്തം കൈക്കൊണ്ടുകൊണ്ട് നമുക്കിത് കാണുവാൻ സാധിക്കുന്ന എല്ലാ നിലകൾക്കും വികസനങ്ങൾക്കും കൈവരിക്കുവാൻ സാധിച്ചത് കൂടാരയോഗത്തിലൂടെയാണ്. തന്മ നിലനിർത്തുകയും കൂട്ടായ്മയും ഐക്യവുമാണ് ഇതിന് മുതൽക്കൂട്ടായി കാണുന്നത്. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. 9 മാസക്കാലം കൊണ്ട് രാജകീയത്തിൻ്റെ മുഖച്ഛായ മാറ്റുകയും ഇന്നിവിടെ കാണുവാൻ സാധിക്കുന്ന എല്ലാ വികസനങ്ങളും ചുക്കാൻ പിടിക്കുകയും രാജകീയം ഇടവകയുടെ ആത്മനിലേക്ക് നയിക്കുകയും യുവജനങ്ങളുടെ ശക്തിയും ഊർജവുമായ രാജകീയം പൗരാണ ദേവാലയത്തിൻ്റെ വികാരി റവറൻ ഫാദർ ഷാജി വടക്കാൻകുട്ടി അച്ഛനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തലശ്ശേരി അതിരൂപതയിലെ പ്രമുഖ വൈദികനും ഒരാളും തൻ്റെ വൈദിക ജീവിതത്തിൽ 25 വർഷക്കാലം പൂർത്തിയാക്കി നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഈ കൂടാരയോഗത്തിന് വാർഷികം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തോന്നാപുരം പൗരാണ ദേവാലയത്തിൻ്റെ വികാരി റവറൻ ഫാദർ അഗസ്റ്റിൻ പള്ളിയമ്മച്ചനെ ഈ ഇടവക സമൂഹത്തിന്റെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളും കൂടി ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അസന്ധ്യച്ചനെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 3 വർഷക്കാലമായി രാജകീയം ഇടവകയിലെ കൂടാരയോഗത്തിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ജിജി രക്ഷപ്പെടുത്തിയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. തിരുക്കുടുംബ പൗരാണ ദേവാലയത്തിലെ 2012-2015 വർഷത്തെ കൂടാരയോഗങ്ങളുടെ റിപ്പോർട്ട് നിങ്ങൾ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുകയാണ്. AD 345 ഭാരതത്തിലേക്കുള്ള ജ്ഞാനായ കുടിയേറ്റത്തിന്റെ ചരിത്രസ്മരണകളിലൂടെയുള്ള ഒരു തീർത്ഥയാത്രയായിരുന്നു 1943 രാജഭരണത്തിലേക്കുള്ള ജ്ഞാനായ കുടിയേറ്റം. ഈ കുടിയേറ്റം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരികവും അതിലുപരി ഈ പ്രദേശത്തിന്റെ ആത്മീയ വളർച്ചയ്ക്കും ഗണ്യമായ സംഭാവനകൾ നൽകി. സിറോ മലബാർ സഭയുടെ മലബാറിലെ ആദ്യത്തെ ദേവാലയമാണ് രാജപുരം തിരുക്കുടുംബ പൗരാണ ദേവാലയം. കോട്ടയം അതിരൂപത ശതാബ്ദി പിന്നിടുകയും മലബാർ ജ്ഞാനായ കുടിയേറ്റത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങുകയും ചെയ്യുന്ന അവസരത്തിൽ ഇന്ന് നാം കാണുന്ന വളർച്ചയ്ക്ക് കാരണഭൂതരാവുകയും ദേവാലയ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും കാലാകാലങ്ങളിൽ നമ്മെ നയിക്കുകയും ആത്മീയ നേതൃത്വം നൽകുകയും ചെയ്ത അഭിവന്ദി പിതാക്കന്മാരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച കൂടാരയോഗം നമ്മുടെ ഇടവകയിലും പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ ഉത്സവമായി പ്രവർത്തിക്കുന്നു. ഇടവകയുടെ കെട്ടുറപ്പിനും ഇടവക ജനങ്ങളുടെ കൂട്ടായ്മ വളർത്തുന്നതിനും സഹായകരമായ രീതിയിൽ 14 കൂടാരയോഗ വാർഡുകൾ 307 കുടുംബങ്ങളും 1850 അംഗങ്ങളുമായി കേന്ദ്രീകൃതമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. 2 മാസത്തിലൊരിക്കൽ കൂടാരയോഗങ്ങൾ വികാരത്തിന്റെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെയും നേതൃത്വത്തിൽ കൂടുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും പങ്കുവയ്ക്കുകയും സഭാത്മക ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. വിശ്വാസ വ്യതിയാനത്തെ ചെറുത്തു നിൽക്കുവാനും സഭാവിരുദ്ധ പ്രവർത്തികളെയും പ്രവണതകളെയും സൂക്ഷ്മതയോടെയും കൂടാരയോഗ ഭാരവാഹികൾ ശ്രദ്ധിക്കുന്നു. സർവോപരി കൂടാരയോഗ ഭാരവാഹികൾ ഇടവകയെ വികാരജനുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നൂതനവും വൈവിധ്യങ്ങളുമായ പ്രവർത്തനങ്ങളുമായി നടന്നുവരുന്ന കൂടാരയോഗങ്ങൾ ക്രിസ്മസ്, ന്യൂ ഇയർ, ഈസ്റ്റർ തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ സംയുക്ത കൂടാരയോഗങ്ങൾ നടത്തുകയും ചെയ്യുന്നു. 2013-2015 വർഷങ്ങളിൽ നടന്ന രാജപുരം ബൈബിൾ കൺവെൻഷൻ വിജയിപ്പിക്കുവാൻ ഇടവക ജനം ആത്മാർത്ഥമായി സഹകരിച്ചു. ഒക്ടോബർ മാസത്തിൽ 14 കൂടാരയോഗങ്ങളിലൂടെയും കടന്നുപോയ ജവമാന റാലി 15-ാം ദിവസം ദേവാലയത്തിൽ സമാപിച്ചപ്പോൾ അത് വലിയ ഭക്തിയുടെ ആത്മീയ സന്ദേശം എല്ലാ ഭവനങ്ങളിലും എത്തുവാൻ സഹായകമായി. നമ്മുടെ ഇടവകയിൽ KCC, KCWA, KCYL, മിഷൻ തിരുവാട് സംഘം, കർഷക സംഘം, വിൻസെന്റ് ഇപ്പോൾ എന്നീ സംഘടനകൾ ഉത്സവമായി പ്രവർത്തിക്കുന്നു. മുളവനാട് മാത്യുസാർ പ്രധാനാധ്യാപകനും വജയമത്തായ പങ്കൽ PTA പ്രസിഡന്റുമായി പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂൾ രൂപതയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും A ഗ്രേഡ് നേടുകയും ചെയ്തു. സഹാധ്യാപകരെയും PTA അഭിനന്ദിക്കുന്നു. ഒരു അഭിഷേകത്തിന്റെ നിറവിൽ ജനുവരി 29 മുതൽ ഫെബ്രുവരി മാസം 1 വരെ ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടിയ കൺവെൻഷൻ
കൺവെൻഷന്റെ അവസാന ദിവസങ്ങളിൽ ദൈവം നൽകിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ടവർ കുടിയേറിയതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഒരു പുറപ്പാടിനെ അനുസ്മരിക്കുന്ന രീതിയിൽ കുടിയേറ്റത്തിന്റെ പ്ലാറ്റിനം ജൂബിലിക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി കാഞ്ഞങ്ങാട് നിന്നും നൂറുകണക്കിന് വാഹനങ്ങള് രാജപുരം ടൗണിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ കാളവണ്ടിയിലും നടന്നുമായിട്ട് രാജപുരം വെച്ചിക്കോലിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട കാർന്നവന്മാരെ സ്മരിച്ചുകൊണ്ട് നൂറുകണക്കിന് വാഹനങ്ങളിൽ മാർത്തോമാൻ ഗാനമാലപിച്ചുകൊണ്ട് ഒരു ആഘോഷ തിമിർപ്പില് ദൈവാത്മാവിന്റെ അഭിഷേകത്തില് തമ്പുരാന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണം യാചിച്ച് യാതൊരു ആപത്തും കൂടാതെ ഈ ദേവാലയങ്കണത്തിൽ വന്ന് ആഘോഷങ്ങളിൽ പങ്കുകൊണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ചോരയിൽ നിന്നും ക്രാനായ സമുദായത്തിന്റെ ആവേശം ഒരിക്കൽ കൂടി കത്തിജ്വലിച്ചു നിൽക്കുന്ന ഈ അവസരത്തില് കൂടാര യോഗത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഏറെ നന്ദിയോടുകൂടി ഞാൻ നിങ്ങളെ ഓർക്കുകയാണ്. ഇടവക വൈദികരെ സ്നേഹിക്കുകയും അവരുടെ കുറവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമുദായത്തിലെ പ്രിയപ്പെട്ടവർക്ക് ഒരു വൈദികരോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ഇടവക എല്ലാമാക്കി തീർക്കാൻ സാധിക്കുമെന്നതിന്റെ സൂചനയായിരുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സ്വാർത്ഥത കൈപിടിഞ്ഞുകൊണ്ട് എല്ലാമാകുവാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിച്ചപ്പോൾ ഈ രാജപുരത്ത് ഞങ്ങളുടെ കുടിയേറ്റത്തിന്റെ ഓർമ്മ പുതുക്കുന്നതും കൺവെൻഷൻ നടക്കുന്നതും തിരുനാൾ നടക്കുമ്പോഴും വ്യത്യസ്തമായ സ്വഭാവങ്ങളും വ്യത്യസ്തമായ പ്രത്യേക ശാസ്ത്രങ്ങളെ വിശ്വസിച്ചുകൊണ്ടും എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാമാണെന്ന് ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥർക്ക് ചോദ്യചിഹ്നമായി നിങ്ങൾ ഉയർന്നു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആർക്കും അല്പം അസൂയ തോന്നുന്ന രീതിയിൽ ഇവിടത്തെ വൈദികരോട് ചേർന്നുകൊണ്ട് രാജപുരത്തിന്റെ കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും കൂടാരയോഗ പ്രതിനിധികളും യുവജനങ്ങളും ഭക്ത സംഘടനകളും ഒരുമിച്ച് നിന്നപ്പോൾ ചിലർക്കെങ്കിലും ഈ ദിവസങ്ങളിൽ വിരളി പോടുകയാണ്. കാരണം അവർ അസ്വസ്ഥരാകുകയാണ്. രാജപുരത്ത് ഒരു ഉയർച്ച വേണ്ട, രാജപുരം ഉയരുകയില്ല, ഇതെന്നും ഇങ്ങനെ കിടന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന പലർക്കും ഇതൊരു അസ്വസ്ഥത തുടങ്ങിയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഒരു വികാരം ഉദിച്ചുയരുന്നുണ്ട്. ഞങ്ങൾക്കും ഉയരണം, ഉയരങ്ങളിൽ പറന്നുയരണം. ഈ തിരുക്കുടുംബ ദേവാലയമാണ് ഈ പ്രദേശത്തിന് ആദ്യമായിട്ട് തുടങ്ങിയതെങ്കിൽ ഞങ്ങൾക്കൊരു അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കണം. അത് ഞങ്ങളുടെ സാമ്പത്തിക വളർച്ച മാത്രമല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയണമെന്നുള്ള ഒരു ആവേശം ഈ രാജപുരത്തെ ഈ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുകയാണ്. ഓരോ കൂടാരങ്ങളിലും നിന്നും അപ്പമുണ്ടാക്കി കൊണ്ടുവരികയും അനേകം സഹോദരന്മാരെ രാത്രി മുതൽ ഉറക്കളച്ച് ബാക്കി കറിയുണ്ടാക്കുവാനും മറ്റ് പലഹാരങ്ങളും എല്ലാം തയ്യാറാക്കുവാനും സജ്ജമായപ്പോൾ ഇന്ന് ദൈവം അത് അനുഗ്രഹമായിട്ട് ആർക്കും കുറവുകളില്ലാതെ സമൃദ്ധമായി നമ്മെ അനുഗ്രഹിച്ചപ്പോഴും ഈ നിമിഷം ഒരുമിച്ച് കൂടുമ്പോൾ നമുക്കറിയാം, ഈ കൊച്ചു പ്രസംഗങ്ങൾക്ക് ശേഷം ഇവിടെ നമ്മുടെ കുട്ടികളുടെയും സഹോദരന്മാരുടെയും നല്ല കലാപരിപാടികൾ കാണാൻ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ വലിയൊരു പ്രസംഗം ഇവിടെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഞാൻ അനുമോദിക്കുകയാണ്. ഏവരും ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് പറയുമായിരുന്നു, രാജപുരത്തിന് ഒരു ഉയർച്ച ഉണ്ടാകുകയില്ല,
അത് പ്രതീക്ഷിക്കേണ്ട. അവിടെ ഒരു പ്ലാന്റേഷൻ ഉണ്ട്, അപ്പുറത്തൊരു കുറെ തോട്ടമുണ്ട്. ഇല്ല, അത് തിരുത്തിക്കുറിക്കാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞാൽ നമുക്കെല്ലാം എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. നമുക്കൊരുങ്ങാം. കൂടാര യോഗത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ നാളെ ഇന്നു മുതൽ നമ്മൾ തുടങ്ങി വെച്ചിരുന്ന തിരുനാളുകള് ഏറ്റവും ഭംഗിയാക്കുവാൻ, പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല, എന്റെ ഇടവകയിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ ഒരു കുറവുകളും ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഓരോ മക്കൾക്കും ഒരു ആവേശം ഉണ്ടാകുമ്പോൾ ദൈവം നമ്മോട് കൂടെ വസിക്കും. ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യമാക്കൽ പൗരോഹിത്യം സ്വീകരിച്ചു. 1990 സെന്റ് തോമസ് തോമാപുരത്തെ അസിസ്റ്റന്റ് വികാരിയായി ചാർജെടുത്തു. 91-95 വർഷക്കാലം മാമ്പൂയിൽ പള്ളി വികാരിയായി. ആയാൽമാരുടെ പുസ്തകത്തില് ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. വാഗ്ദാന പേടകം ജെറുസലത്തേക്ക് കൊണ്ടുവരികയാണ്. ആഭാരവൃദ്ധം ജനങ്ങള് ഈ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുകയാണ്. ഈ സമയത്ത് ദാവീദ് രാജാവിന്റെ ഭാര്യയായ മിക്ക കാണുന്ന ഒരു കാഴ്ച, തന്റെ ഭർത്താവ് ദാവീദ് ഇസ്രായേലിലെ രാജാവ് അല്പവസ്ത്രധാരിയായിട്ട് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ മിക്കായിക്ക് സഹിച്ചില്ല. അവള് മനസ്സിൽ വിചാരിച്ച ലജ്ജയില്ലേ മനുഷ്യന്, ഇസ്രായേലിലെ രാജാവാണ്, ഈ പിള്ളേരുടെ മുമ്പിൽ നിന്ന് കൂടെ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുവാൻ ലജ്ജയില്ലേ എന്ന് അവൾ ചിന്തിച്ചു. പിന്നീട് ഭർത്താവിനെ സ്വകാര്യമായി ലഭിച്ചപ്പോൾ മിക്ക പറഞ്ഞു, നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ എന്റെ ഭർത്താവല്ലേ, ഇസ്രായേലിന്റെ രാജാവല്ലേ? നിങ്ങൾ ഈ പിള്ളേരുടെ കൂടെ നിന്നുകൊണ്ട് നൃത്തം ചെയ്യാൻ ലജ്ജയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ദാവീദ് വളരെ പ്രസക്തമായ ഒരു ഉത്തരം അവിടെ കൊടുക്കുന്നുണ്ട്. ദാവീദ് പറഞ്ഞു, ഞാൻ നൃത്തം ചെയ്യും, എന്നും ഞാൻ നൃത്തം ചെയ്യും. കാരണം വെറും ആട്ടിടയ ബാലനായിരുന്ന എന്നെ അവിടെ നിന്ന് ഉയർത്തി ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ അവരോധിച്ച യാഹ്വേയുടെ മുമ്പിൽ ഞാൻ നൃത്തം ചെയ്യുമെന്ന്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ രാജപുരം ഇടവകയും ഇതിനോട് അനുബന്ധിച്ചുള്ള ന്യായ സമുദായത്തിൽപ്പെട്ട എല്ലാ ഇടവകളും സന്തോഷിക്കേണ്ട ദിവസങ്ങളും ദിനങ്ങളും മാസങ്ങളുമാണിത്. ഞാൻ പത്രത്തിൽ പലർക്കും വലിയ ബ്ലോഗ് സഹിതം വായിക്കാൻ ഇടവന്നിട്ടുണ്ട്. രാജപുരം കുടിയേറ്റത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുകയാണ് എന്ന്. രാജപുരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ സമൃദ്ധിയുടെ ഒരു നാടായിട്ട് ഇപ്പോൾ തോന്നുകയാണ്. രാജപുരവുമായിട്ട് ഒത്തിരിയേറെ ബന്ധങ്ങൾ എനിക്കുണ്ട്. ഞാൻ എണ്ണപ്പാറ പള്ളി വികാരിയായിരുന്ന സമയത്ത് രാജപുരം ഇടവകയിൽ പല കാര്യങ്ങൾക്ക് ഞാൻ വരികയുണ്ടായി. ഒത്തിരിയേറെ ഇടവക്കാരുമായിട്ട് എനിക്ക് പരിചയമുണ്ടായി. അതുമാത്രമല്ല, എൻ്റെ അടുത്ത ഇടവകയായിരുന്ന ഓടേഞ്ചാൽ ഇടവകയുമായിട്ടുള്ള ബന്ധം, ജോസ് ചിലപ്പുറത്തച്ഛന്മാരുടെ ബന്ധം, നല്ലൊരു ബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുപോലെ കണ്ണാറുണ്ടായിരുന്ന അച്ഛനുമായിട്ടുള്ള ബന്ധം, അതുപോലെ എണ്ണപ്പാറ ഇടവകയിൽ തന്നെ ന്യായ സമുദായത്തിൽപ്പെട്ട ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ചരിത്രവും കാര്യങ്ങളുമൊക്കെ ശരിക്കും പഠിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദിവംഗതനായ കാർഡിനൽ പിസറന്റ് ഒരിക്കൽ പറയുകയുണ്ടായി, ഐ ലവ് യുവർ ചർച്ച് ബിക്കോസ് ഐ നോ യുവർ ഹിസ്റ്ററി എന്ന്. ഐ ലവ് യുവർ ചർച്ച് ബിക്കോസ് ഐ നോ യുവർ ഹിസ്റ്ററി. നിങ്ങളുടെ സഭയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ എനിക്ക് അറിയാം, കാരണം നിങ്ങളുടെ സഭയുടെ ചരിത്രം പഠിച്ചിട്ടുണ്ട് എന്ന്. 345 നായകന്മാരുടെ നേതൃത്വത്തില് ഈ വന്ന ആ
അങ്ങനെ അതിന്റെ പിന്തുടർച്ചക്കാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാളിതുവരെയും പോകുന്നത് തീർച്ചയായിട്ടും അത്ഭുതമായ ഒരു സംഭവമാണ്, ഒരു സംഗതിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കൂടാര യോഗത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൂട്ടായ്മയുടെ, ഒരു ഐക്യത്തിന്റെ, ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഒരു അവസരം കൂടിയാണിത്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കലാപരിപാടികളൊന്നും ഇല്ലേ, എങ്ങനെയാണ് നിങ്ങൾ തിരുനാൾ ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്: പുറത്തു നിന്നും ആളെ കൊണ്ടുവന്ന് കലാപരിപാടി നടക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഇപ്പോൾ താല്പര്യം ഈ ഇടവകയിലുള്ള കഴിവുകളുള്ള വ്യക്തികളുണ്ട്, കുട്ടികളുണ്ട്. അവര് തങ്ങൾക്ക് കിട്ടിയ കഴിവുകൾ അത് അവതരിപ്പിക്കുന്നത് കാണുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമെന്ന്. ദൈവം ഒത്തിരിയേറെ കൃപകൾ നിറച്ചാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെയും എന്നെയും നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ഈ കഴിവുകൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ്. ആകയാല് ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ നമ്മളാക്കിയ ദൈവത്തിന്റെ മുമ്പിൽ നന്ദിയോടുകൂടി നമ്മൾ എപ്പോഴും നിൽക്കുവാൻ കടപ്പെട്ടവരാണ്. പത്രോസ് ലിഹായുടെ 3-ാം ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാത്തിനും എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് നന്ദി പറയുക എന്ന്. അതിനുശേഷം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു. അതിൻ്റെതായ ഒരു മാധുര്യമുണ്ടായിരുന്നു. ഈ വിശ്വാസ പ്രഖ്യാപന ഈ കുടുംബ പ്രാർത്ഥനയും ഞായറാഴ്ചയിൽ ദേവാലയത്തിൽ പോയി പ്രാർത്ഥനയാക്കിയാണ് എന്നെ സത്യം പറഞ്ഞാൽ എന്നെ ഒരു വൈദികനാക്കി തീർക്കുവാൻ ഇടവരികയും ചെയ്തത്. കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഈ കൂടാരി യോഗങ്ങൾ തന്നെ രൂപം കൊള്ളുവാൻ കാരണമായി തീർന്നത്. നമ്മൾക്ക് ലഭിച്ച വിശ്വാസം നമ്മൾ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്തിനു വിശ്വാസം സ്വീകരിച്ചു? പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ പ്രാർത്ഥനയുടെ മനുഷ്യരായി തീരും? പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവം ഒത്തിരിയേറെ കഴിവുകൾ നൽകി നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയും ഈ കഴിവുകൾ തന്ന ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നന്ദിയോടുകൂടി നമ്മൾ ജീവിക്കണം, നന്ദിയോടുകൂടി പ്രവർത്തിക്കണം. ഞാൻ പലപ്പോഴും 25 വർഷം മുമ്പ് തോമാപുരത്ത് കൊച്ചത്തിനായിരുന്നയാളാണ്. അന്ന് ഞാൻ ഒത്തിരി കുടുംബം വീട് സന്ദർശനങ്ങൾക്ക് മുഖാലി ഞാൻ നടത്തി ഒരു വർഷം കൊണ്ട്. ഇപ്പൊ 1200-200ഓളം ഭവനങ്ങൾ അവിടെയുണ്ട്. അന്ന് 25 വർഷത്തിന് ശേഷം ഞാനിപ്പോൾ തിരിച്ച് വികാരിയായിട്ട് ഇടവകയിലേക്ക് വന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. നമ്മളൊന്നും ഒന്നുമല്ല. ഇന്ന് കാശുണ്ടെന്ന് പറയുന്നവര്, വലിയ സമ്പന്നനാന്ന് പറയുന്നവര്, സമൂഹത്തിൽ മാന്യാന്ന് പറയുന്നവര്, ഇന്ന് അവരെല്ലാം അടിഞ്ഞമർന്ന് കിടക്കുന്ന കാഴ്ച. അന്ന് പാവപ്പെട്ടവരെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നവരെല്ലാം ഉയർച്ചയിലേക്ക് വന്ന അവസ്ഥ ഇതെല്ലാം ഇന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പില് നമ്മളൊക്കെ വെറും മൺകുടങ്ങൾ മാത്രമാണ്. ഏത് സമയത്തും നമ്മൾ കെട്ടിപ്പടുക്കുന്ന മൺകുടങ്ങള് പൊട്ടിപ്പോകുവാൻ ഇടവരും. അതുകൊണ്ട് നമ്മളിലുള്ള ദൈവവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആധ്യാത്മികമായിട്ട്, ശാരീരികമായിട്ട്, ബൗദ്ധികമായിട്ട്, മാനസികമായിട്ട്, സാമൂഹികപരമായിട്ട് നമുക്ക് വളർച്ചയെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഈ വളർച്ചകൾ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് സമഗ്രമായ വളർച്ച ലഭിച്ചു എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ യൂറോപ്പ് കണ്ടിട്ടുണ്ട്, അമേരിക്ക കണ്ടിട്ടുണ്ട്, ഇന്ത്യ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ട പ്രത്യേകത ഇതാണ്: എവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിലുള്ള കാതലായുള്ള ആ വിശ്വാസവും ധാർമ്മികതയും നമ്മൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ വെറും മൺകുടം പോലെ ഉടഞ്ഞു പോകും. യൂറോപ്പിന്റെ നാശം വന്നിരിക്കുന്നതാണ്, നശിച്ചിട്ട് അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഇതാണ്: ധാർമ്മികത നഷ്ടപ്പെട്ടു പോയി. പലർക്കും ധാർമ്മികത നഷ്ടപ്പെട്ടു പോയപ്പോൾ അപ്പനാരാണ്, അമ്മയാരാണ്, മക്കളാരാണെന്ന് മനസ്സിലാക്കുവാനുള്ള വിവേചന കഴിവ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇതൊക്കെ കിട്ടേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. വൈകുന്നേരമായി കഴിഞ്ഞ ക്ലബുകളിലോ ഹോട്ടലുകളിലോ എവിടെയെങ്കിലും പോയിരുന്നാലും കുടുംബജീവിതമോ സമൂഹ ജീവിതമോ നന്നാകുകയാണ്. കുടുംബം നന്നാകണമെങ്കിൽ
കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അപ്പനപ്പൻ്റെ റോളുണ്ട്, അമ്മയ്ക്ക് അമ്മയുടെ റോളുണ്ട്, മക്കൾക്ക് മക്കളുടെ റോളുണ്ട്. ഈ റോൾ ശരിയായിട്ട് അഭിനയിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും. ആകിയാൽ ഇന്ന് ഈ നല്ല ദിവസത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോട് പറയുകയാണ്, നമ്മളിലൊക്കെ ദൈവം നന്മയുടെ അംശങ്ങൾ തന്നിട്ടുണ്ട്. ഈ നന്മകൾ നമ്മൾ കണ്ടെത്തണം. ഈ നന്മകൾ നമ്മൾ അതിനെ പരിപോഷിപ്പിക്കണം. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടി കൂടെ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പ്രോദയോ എന്ന് പാത്രിക എന്ന് ഇറ്റാലിയനിൽ പറയും. ദൈവത്തിനും രാജ്യത്തിനും വേണ്ടി. പ്രോദയോ എന്ന് പാത്രിക, ദൈവത്തിനും രാജ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിനും സമൂഹത്തിനും നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതം അതിനായി തീരട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ഗാനശകലം കൂടിയുണ്ട്. നാഥ നിൻ ശാന്തിയെ ലോകം ദർശിക്കുവാൻ എൻ കൊച്ചു ജീവിതം ഹേതുവായി തീരട്ടെ. ഈ കൂടാരയോഗ വാർഷികം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. നിങ്ങൾക്ക് Oh
എല്ലാവർക്കും ആശംസ പറയാൻ എന്നെ പറഞ്ഞേൽപ്പിച്ചപ്പോൾ, കൈക്കാരന്മാരെന്നെ പറഞ്ഞേൽപ്പിച്ചപ്പോൾ ആദ്യം ഒരു ആശങ്ക എനിക്ക് തോന്നിയത് എന്തു പറയും. പക്ഷെ ഒന്ന് ആലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങളെ മനസ്സിലാക്കി പഠിച്ച ഒരു വ്യക്തി കൂടിയാണ്. കാരണം 2 ആഴ്ച കൊണ്ട് ഈ രാജപുരം ഇടവകയുടെ ജനങ്ങളുടെ കൂട്ടായ്മ, അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും കൂട്ടായ്മ, കുടുംബത്തിലെ സ്നേഹം എന്തെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷത്തോടെയും വളരെ ശക്തമായിട്ടും പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇത്രയും സ്നേഹമുള്ള ഒരുമയുള്ള ഒരു ഇടവക എന്ന ഇടവകയിൽ ആദ്യമായിട്ട് എനിക്ക് സേവനം ചെയ്യാൻ ദൈവം ഭാഗ്യം തന്നതിന് ഞാൻ ആദ്യമേ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ഇടവകയിലേക്ക് ഞാൻ വന്ന് കയറിയ ആ നിമിഷം ഞാൻ അറിഞ്ഞത് ഇവിടെ ഒരു ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു, ഒരു വലിയ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ രീതി എങ്ങനെയാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു. ഒരു കുഞ്ഞു കൊച്ചിന്റെ അമ്പരപ്പോടെ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നും എന്നൊക്കെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ പോകുന്നതെന്നും വളരെ വ്യക്തമായിട്ട് എന്നെ പഠിപ്പിച്ച് ഈ ഇടവകയുടെ ഒരു രൂപരേഖ എനിക്ക് കാണിച്ചു തന്ന എൻ്റെ ഏറ്റവും സുഹൃത്ത് എന്ന് പറയാവുന്ന ബഹുമാനപ്പെട്ട ഷാജിച്ചനാണ്. ഓരോ ദിവസവും എന്താണ് ഇവിടെ നടക്കുന്നതെന്നും എന്തെല്ലാമാണ് അതിന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതെന്നും എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്താൽ മതി എന്നും എന്നെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ച വ്യക്തി. എനിക്ക് തോന്നുന്നത് ഈ ഇടവകയെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കാൻ ധീരതയുള്ള ഒരു വികാരി അച്ഛൻ. കാരണം ബൈബിൾ കൺവെൻഷൻ ആകട്ടെ, നമ്മുടെ ജൂബിലിയുടെ കാര്യങ്ങളാകട്ടെ, ഈ കൂടാര യോഗത്തിന്റെ സമ്മേളനവും ബാക്കി കാര്യങ്ങളും പെരുന്നാളുകളും എല്ലാം ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനും മുൻപേ നിന്ന് ചുക്കാൻ പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മാർഗമായിട്ട്, മറ്റുള്ളവർക്ക് ഒരു നേതാവായി, എന്നാൽ കൂടെ നടക്കുന്ന ഒരു സഹചാരിയായി വികാരിച്ചും ഷാജിൻ എപ്പോഴും കൂടെ ഉണ്ടാകും. ഈ തണലാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയും നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയും എന്ന് ഞാൻ മനസ്സിലാക്കി. ഇവിടെ ഞാൻ വന്നിറങ്ങിയപ്പോൾ നമ്മുടെ ബൈബിൾ കൺവെൻഷന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൗണ്ടിൽ നടക്കുന്ന ജപമാല എത്ര ഭക്തിയോടും കൂടിയാണ്, എത്ര തീഷ്ണതയോടും കൂടിയാണ് നിങ്ങളത് ചൊല്ലിയതെന്ന് ഞാൻ ഒരു ദിവസം ഒന്നല്ല പല ദിവസങ്ങളിൽ അവിടെ വന്ന് കണ്ടിരുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ സ്നേഹവും ഒപ്പം കൂടാര യോഗങ്ങൾ തമ്മിലുള്ള ഇടയിഴക്കത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് ഏറ്റവും വലിയ പാരമ്യമായിട്ട് ഞാൻ കാണുന്നത്, ഞാൻ പലപ്പോഴും 1-2 കൂടാര യോഗങ്ങളിൽ ചെന്നായിരുന്നു. അവിടെയെല്ലാം വളരെ സ്നേഹത്തോടെ, ഒരു മകന്റെ സ്നേഹത്തോടെ എന്നെ സ്വീകരിച്ചിരുത്തുകയും ഒരു മകന്റെ വാത്സല്യത്തോടെ എന്നെ കേൾക്കുകയും ചെയ്ത അവരുടെ ആ സ്നേഹം, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വലിയ കാരുണ്യമാണ്, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കാരണം നിങ്ങളുടെ സ്നേഹമാണ് ഓരോ വൈദികനെയും തന്റെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ അടുത്തു നിന്ന് ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതോടൊപ്പം ബൈബിൾ കൺവെൻഷന്റെ സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് വളരെ നല്ല രീതിയിൽ അത് കൊണ്ടുപോകുവാനും വളരെ നല്ല രീതിയിൽ അത് സമം അവസാനിപ്പിക്കാനും അത് സാധിച്ചു. ഇതൊക്കെ ഈ കൂടാര യോഗത്തിലെ ഓരോ വ്യക്തികളുടെയും വലിയ ഒരു ശക്തി കേന്ദ്രവും സ്നേഹത്തിന്റെ അടയാളവുമാണെന്ന് ഉള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതോടൊപ്പം ഞാൻ ഇവിടെ വന്നു കയറിയ ആ നിമിഷം മുതൽ എന്റെ കൂടെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് എന്നെ വഴി നടത്തിയ ഇവിടുത്തെ കൈക്കാരന്മാരുണ്ട്. ജെന്നി ചേട്ടനും ടോമി ചേട്ടനും അതോടൊപ്പം ലൂക്ക ചേട്ടനും. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഉറങ്ങിയാലും ഈ ഇടവകയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന് പാതിരാത്രി വരെയും ഓടി നടന്ന് ഞങ്ങൾ പോലും ഉറങ്ങിയാലും ഉറങ്ങാതെ, എന്നാൽ ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അതിരാവിലെ എഴുന്നേറ്റ് വന്ന് പള്ളിയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടക്കുന്ന കൈക്കാരന്മാർ, ഇത്ര ആത്മാർത്ഥതയോടെ ഈ ഇടവകയെ സ്നേഹിക്കുന്ന കൈക്കാരന്മാര് വേറെ ഇടവകളിൽ ഇത്ര ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരെ ഞാൻ അധികം കണ്ടിട്ടില്ല. അവരുടെ എല്ലാം സ്നേഹമാണ്
നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വലിയ മുതൽക്കൂട്ടും നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ്. കുടുംബ കൂട്ടായ്മയില്, കുടുംബങ്ങളില്, കൂടാതെ യോഗങ്ങളില് ഒക്കെയുള്ള നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് വളരെ ആത്മാർത്ഥമായിട്ട് നിസ്വാർത്ഥമായിട്ട് ഈ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും ജോലി ചെയ്യുന്നത്. ഭൂഷണിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, രാജപുരം തിരുക്കുടുംബ പുരാണ ദേവാലയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന കൂടാരോ വാർഷിക വേളയിൽ, അതും ജൂബിലിയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിൽ വിളങ്ങി നിൽക്കുന്ന ഏവർക്കും ആദ്യമേ തന്നെ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒരു ദേവാലയത്തിന്റെ സുഗമമായ നടത്തിപ്പിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് കൂടാര യോഗങ്ങൾ. ഒരു ദേവാലയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും തന്റെ അജഗണങ്ങളുമായി കൂടിയാലോചിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതനുസരിച്ച് നല്ലൊരു ഇടവക ഭരണം കാഴ്ചവെക്കുന്നതിനും വൈദികനെ സഹായിക്കുന്നു കൂടാര യോഗങ്ങൾ. വിവിധ കൂടാര യോഗങ്ങളിൽ ഉരുത്തിരിയുന്ന ക്രിയാത്മകമായ ചർച്ചകൾ ക്രോഡീകരിച്ച് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്നതിന് വൈദികരെ സഹായിക്കുന്നതാണ് കൂടാര യോഗങ്ങൾ. നമുക്കറിയാം, 3 വർഷങ്ങൾ കൂടുമ്പോഴാണല്ലോ കൂടാര യോഗങ്ങൾ നടത്തപ്പെടുന്നത്, കൂടാര യോഗ ആഘോഷങ്ങൾ നടത്തപ്പെടുന്നത്. കഴിഞ്ഞ ഈ 3 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കൂടാര യോഗ വാർഷികത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അവരെ സ്മരിച്ചുകൊണ്ടും അവരുടെ നല്ല പ്രവർത്തനങ്ങൾ, ഇടവക കൂട്ടായ്മയ്ക്ക് ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ സ്മരിച്ചുകൊണ്ടും അവരുടെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ടും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. കവിവാക്യത്തിൽ പറഞ്ഞ പോലെ എവിടെയും ഓടി നടക്കുന്ന നമ്മുടെ വികാരിയച്ഛൻ ഇന്ന് യോഗത്തിന് അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇടയ്ക്ക് പള്ളിമുറ്റത്ത് കാണും, അല്ലെങ്കിൽ കോംപ്ലക്സിന്റെ മുറ്റത്ത് കാണും, അല്ലെങ്കിൽ സ്കൂളിൽ വരാന്തേല്, അല്ലെങ്കിൽ എവിടെ നോക്കിയാലും അച്ഛനെ കാണാം. അച്ഛന്റെ സാന്നിധ്യമുണ്ട്. അച്ഛനെ ഈ യോഗത്തിന്റെ പേരിലും കൂടാര യോഗ വാർഷികത്തിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ ഹൃദയം നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ജൂബിലി നിറവിൽ വിളങ്ങി നിൽക്കുന്ന അഗസ്ത്യം പാണ്ഡ്യമാക്കലച്ചൻ, നമുക്കറിയാം, ചിറ്റാരിക്കാരിൽ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞപ്പോൾ യാതൊരു തടസ്സവും കൂടാതെ രാജപുരത്ത് വരുമെന്നും കൂടാര യോഗം ഉദ്ഘാടനം ചെയ്യുമെന്നും അറിയിച്ചതനുസരിച്ച് അച്ഛൻ എത്തിയിരിക്കുന്നു. അച്ഛനെയും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും കൂടാര യോഗ വാർഷികത്തിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ആശംസ അർപ്പിച്ച് സംസാരിച്ച രൂപേഷനും നിങ്ങളുടെ എവരുടെയും നാമത്തിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. സ്വാഗതം പറഞ്ഞ ടോമി, റിപ്പോർട്ട് അവതരിപ്പിച്ച ജിജി, അതോടൊപ്പം തന്നെ വിളിച്ചാൽ വെളിപ്പെടുത്തുന്ന കൈകാര്യന്മാർ, ഇവിടെ നമുക്കറിയാം കമ്മിറ്റിക്കാർ എന്ത് ആവശ്യം പറഞ്ഞാലും 3 പേരിൽ ഒരാളൂടെ ഓടിയെത്തിയിരിക്കും. എല്ലാ കാര്യത്തിലും നമ്മോടൊപ്പം ഉണ്ട്. അവർക്കും നിങ്ങളുടെ ഓരോരുത്തരെയും പേരുള്ള നന്ദി ഞാൻ അറിയിച്ചു കൊടുക്കുന്നു. നമുക്കറിയാം, ഈ ദിവസങ്ങളായിട്ട് നമ്മുടെ വാർത്തകളൊക്കെ പത്രത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് പേരോട് വന്നിട്ടുണ്ട്. നമ്മുടെ വാർത്തകൾ അപ്പോൾ പത്രങ്ങളിൽ വരുന്നു. അവർക്കും കൂടാര യോഗ വാർഷികത്തിന്റെ പേരിലും ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ നല്ല ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകിയിരിക്കുന്ന ചിത്ര ലൈറ്റ് ആൻഡ് സൗണ്ട്, അതുപോലെ തന്നെ വിവിധ